ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി റെസിപ്പിയാണ്, മുരിങ്ങയില മുട്ട കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയിലയൊക്കെ ഒന്ന് പറിച്ച് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. വെള്ളം തോർന്നതിന് ശേഷം തോരാനായിട്ട് വാലയിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ, വെള്ളം തോന്നിയതിന് ശേഷം. പിന്നെ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് നാളികേരം, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലയാണ്. പിന്നെ കുഞ്ഞുള്ളിയാണ്, ഒരു 3-4 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇലയൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇലയെല്ലാം കൂടി അരപ്പൊന്ന് ചൂടായി വന്ന് അരപ്പിൻ്റെ പച്ചമണം മാറി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അരപ്പ് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അരപ്പെല്ലാം കൂടെ. അതിനുശേഷം നമുക്ക് മധ്യഭാഗത്തോട്ട് ഒന്ന് നീക്കിയതിന് ശേഷം ഒന്ന് സൈഡിലോട്ടൊന്ന് ഒതുക്കിയതിന് ശേഷം ഒരു കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് മധ്യത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുട്ടയൊന്ന് ചിക്കി യോജിപ്പിക്കാം. അപ്പോൾ മുട്ട ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എല്ലാം മുരിങ്ങയില എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഉപ്പുണ്ടാകുന്നും കൂടെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇതിനോടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.